സോ എല്ലാവർക്കും ഹലോ. നമ്മുടെ നീറ്റ് പി ജിയുടെ റിസൾട്ടൊക്കെ വന്നു. നമ്മൾ എക്സാം എഴുതി എല്ലാവർക്കും പ്രതീക്ഷിച്ച റാങ്കൊക്കെ കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലർക്ക് കുറച്ച് ബാക്കിലോട്ടായിട്ടുണ്ടാകും. ദാറ്റ്സ് ഓക്കെ, നമുക്ക് അടുത്ത വട്ടം എഴുതാം. അപ്പം ഞാനിപ്പോൾ പീഡിയാട്രിക്സിനെ പറ്റി പറയാനാണ് വന്നത്. നമ്മുടെ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ കഴിഞ്ഞ വട്ടം 8500 ഏകദേശം ആ ഒരു റേഞ്ച് വരെ പീഡിയാട്രിക്സ് പോയിട്ടുണ്ട്. ആൻഡ് OBC കാറ്റഗറി ആണെങ്കിൽ 10,000 വരെ പോയിട്ടുണ്ട്. അപ്പം പീഡ്സ് എടുക്കുന്ന എല്ലാവർക്കും വെൽക്കം ടു ദ വേൾഡ് ഓഫ് പീഡിയാട്രിക്സ്. നിങ്ങൾക്ക് താല്പര്യം ഉള്ള ബ്രാഞ്ച് എടുക്കാം, അത്രേ ഞാൻ പറയുള്ളൂ. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം റാങ്ക് 1000 ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം കമ്മ്യൂണിറ്റി മെഡിസിൻ ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അല്ലാതെ നല്ല റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്കിപ്പം 10,000 ആണ് റാങ്ക്, നിങ്ങൾക്ക് ലൈക്ക് ENT ഓഫ്താൽ അതൊന്നും ഇഷ്ടമല്ല, മെഡിസിൻ തന്നെ വേണമെന്നാണെങ്കിൽ മാക്സിമം മെഡിസിന് വേണ്ടി നോക്കുക. പറ്റിയില്ലെങ്കിൽ ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യുക. സോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് അതെടുക്കുക. ഓക്കെ, ബൈ. പീഡിയാട്രിക്സിൻ്റെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്തുവാ? പീഡിയാട്രിക്സിന് ലൈക്ക് നമുക്ക് കുറേ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നിയോനെറ്റോളജി, പീഡിയാട്രിക്സ് കഴിഞ്ഞാണെങ്കിലും നമുക്ക് അഡൽറ്റിൻ്റെ ആണെങ്കിൽ പോലും കാർഡിയോളജി, ന്യൂറോളജി അങ്ങനെ എല്ലാ SS എടുക്കാം. സൂപ്പർ സ്പെഷ്യാലിറ്റി DM എടുക്കാം. സൂപ്പർ സ്പെഷ്യാലിറ്റി വേണമെന്ന് ഇപ്പം കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് നമ്മൾ DM കൂടെ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പീഡിയാട്രിക്സ് മാത്രമായിട്ടാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബ്രാഞ്ച് തന്നെയാണ്. ഇപ്പോഴും ബ്രാഞ്ചിൻ്റെ ആ ഒരു ഇത് പോയിട്ടില്ല. നമുക്ക് എന്തായാലും ജോബ് ഷുവറാണ്, എവിടെയായാലും കിട്ടും. അപ്പം പീഡിയാട്രിക്സ് ഇഷ്ടമുള്ളവർ ഓഫ് കോഴ്സ് പീഡിയാട്രിക്സ് തന്നെ എടുക്കാം. ഇഷ്ടമില്ലാതെ ആരും എടുക്കാതിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് അങ്ങനെ ഇഷ്ടപ്പെടേണ്ടതല്ലല്ലോ നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇഷ്ടമുള്ളവരെല്ലാവരും എടുക്കുക. ഓക്കെ. പിന്നെ DNB MD MS ഡിപ്ലോമ, അത് ഈ പീഡിയാട്രിക്സുമായിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സാധ്യതകളും? ഓഫ് കോഴ്സ് MD ആണ് ഏറ്റവും നല്ലത്. പിന്നെ DNB ലൈക്ക് DNB ആൻഡ് MD തമ്മിൽ വലിയ മീൻസ് നിങ്ങൾക്കിപ്പോൾ DNB കിട്ടുള്ളൂ അങ്ങനെ ആണെങ്കിൽ DNB എടുക്കാം. വലിയ വ്യത്യാസം വരുന്നതാണ്. DNB എടുത്താൽ മെഡിക്കൽ കോളേജസിൽ കയറാൻ പറ്റില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ MD ആണെങ്കിൽ MD എക്സാം എഴുതുമ്പോൾ കൂടെ നമുക്ക് DNB എഴുതാം. അപ്പം നമുക്ക് MD DNB ആയിട്ടിരിക്കാൻ പറ്റും. ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. MD or DNB ഗോ ഫോർ ഇറ്റ്. ഈ DNBയിലെ പാസ് പെർസെൻറ്റേജ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു, അതിനെപ്പറ്റി? DNBയിലെ പാസ് പെർസെൻറ്റേജ് MD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കാരണം പീഡിയാട്രിക്സിലാണ് ഏറ്റവും കുറവെന്നാണ്. ബിക്കോസ് ദ ഫൈനൽ എക്സാം ഫോർ DNB ഈസ് ടഫർ. MDയേക്കാളും അവരുടെ എക്സാം പാറ്റേൺ കുറച്ചുകൂടി ടഫാണ്. അതുകൊണ്ടാണ് DNBക്ക് പാസ് പെർസെൻറ്റേജ് കുറച്ച് കുറവാണ്. സത്യമാണ്. അപ്പം DNB എടുക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എങ്ങനെ എടുക്കാം? ഇപ്പം നല്ല ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്താൽ പോരെ, അല്ലാതെ തീർച്ചയായും ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്? അപ്പോൾ നല്ലൊരു റാങ്ക് കിട്ടിയ ഒരാൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട്ഫുൾ ആവേണ്ട കാര്യമില്ല. DNB ആയാലും അത് കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ലൈക്ക് DNB യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഡിപ്ലോമ അത്ര ഞാൻ സജസ്റ്റ് ചെയ്യില്ല, പക്ഷെ DNB ആയാലും കുഴപ്പമില്ല. കേരളത്തിലെ ബോണ്ട് പെനാൽറ്റി എത്രയാണ്? ലൈക്ക് ബോണ്ട് ഒരു വർഷം നമ്മൾ SRഷിപ്പ് ചെയ്യണമെന്നാണ്. ആൻഡ് ബോണ്ട് പെനാൽറ്റി 50 lakhs. അത് നമ്മൾ ശരിക്കും ഒരു ഇതാണ്. നമുക്ക് കയറി കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമുക്കങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്നൊരിതല്ല. 50 lakh ബോണ്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് തന്നെ എടുക്കുക. ഇഫ് യു ആർ ഇൻറ്റു ഇറ്റ്, അതിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 50 lakh കൊടുക്കാതെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. സോ താല്പര്യമുള്ള ബ്രാഞ്ച് മാത്രം എടുക്കുക. പീഡിയാട്രിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ബുക്സ് ഏതാണ് PG ലെവലിൽ? അല്ല, നെൽസൺ ആണ് എപ്പോഴും സ്റ്റാൻഡേർഡായിട്ട് പറയുക. സോ ഗോ ഫോർ നെൽസൺ. അല്ലാതെ നമ്മൾ നീറ്റ് പ്രിപ്പറേഷൻ ആപ്പൊക്കെ ഉണ്ടല്ലോ? അതെ. പ്രപ്പ് ലാഡർ ഉണ്ട്, മാരോ ഉണ്ട്. ഞാനിപ്പം അതിൽ എൻറോൾ ചെയ്തിട്ടില്ല. എനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ, എനിക്കത് പേഴ്സണലി ഞാൻ ചെയ്താൽ എനിക്ക് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇയറിലെ അനുഭവം എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇയർ നിങ്ങൾ എന്തായാലും മൈൻഡിൽ ഓഫ് കോഴ്സ് ഒരു ക്ലിനിക്കൽ ബ്രാഞ്ചാണ്. അപ്പോൾ പോകുമ്പം നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നല്ല പണി ഉണ്ടാവും. അതിന് തന്നെ മെൻ്റലി പ്രിപ്പയർ ചെയ്ത് പോവാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഫസ്റ്റ് ഇയറിൽ ഇത്രയും ഓവർ വർക്കും കൂടെ നമുക്ക് ഇഷ്ടമില്ലാത്തതും കൂടെ ഒരു ബ്രാഞ്ചാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, നമ്മൾ തകർന്നു പോകും. നമുക്ക് പണിയെടുക്കുമ്പം അറ്റ്ലീസ്റ്റ് ആ ബ്രാഞ്ച് ഇഷ്ടമെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇറ്റ് വിൽ ബി ഹെൽ. സോ ഫസ്റ്റ് ഇയറിൽ എന്തായാലും ഓഫ് കോഴ്സ് നമുക്ക് ഏത് കോളേജിലെടുത്താലും പണി കാണും. പക്ഷേ നമ്മൾ ഓവർ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര ലൈക്ക് 48 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്പീക്ക് നിങ്ങൾ പറയുക. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് എല്ലാവരും കൂടെ പറയും ഇത്രയും അവേഴ്സ് നിങ്ങൾക്ക് ഡ്യൂട്ടി വരുന്നുണ്ടെന്ന്.
പ്രോപ്പറായിട്ട് ഉറങ്ങാനും. ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഒട്ടും പണി ചെയ്യരുതെന്നല്ല, നമുക്കൊരു ലൈക്ക് നമുക്ക് ഉറങ്ങാനുള്ള ടൈം, ഫുഡ് കഴിക്കാനുള്ള ടൈം, അത് നമുക്ക് വേണ്ടി നമ്മളും കുറച്ച് സമയം കണ്ടെത്തും. ഇപ്പം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് അവർ നിങ്ങളോട് പോയി കഴിക്കാൻ പറയും. അങ്ങനെ സമയമാകുമ്പോൾ നിങ്ങളുടെ കാര്യം നോക്കണം, ഭക്ഷണമൊക്കെ കഴിക്കുക, ഉറങ്ങാനുള്ള സമയം കണ്ടെത്തുക. പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓരോ ഇയേഴ്സ് മാറുമ്പോഴും ആ ജോലിയുടെ ഡ്യൂറേഷൻ കുറഞ്ഞു വരികയാണല്ലോ. ഫസ്റ്റ് ഇയറിൽ ആയിരിക്കും കുറച്ച് കൂടുതൽ പണി, അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക. ലൈക്ക് കേസസ് കൂടുതൽ കാണുമ്പോഴാണല്ലോ, ഒരു ട്രെയിനിങ് ആണല്ലോ. ഫസ്റ്റ് ഇയർ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ തീസസ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു, GCP അങ്ങനത്തെ. ഫസ്റ്റ് ഇയറിൽ നമുക്ക് തീസിസിൻ്റെ പ്രോട്ടോക്കോൾ അപ്ലോഡ് ചെയ്യാനുണ്ടാവുന്നുണ്ട് കുഹാസ് സൈറ്റിൽ. നമ്മൾ ഏത് ബ്രാഞ്ച് എടുത്താലും നമുക്കിപ്പം കുഹാസ് തീസിസ് കമ്പൽസറിയാണ്. അപ്പം അതിൻ്റെ പ്രോട്ടോക്കോൾ അപ്ലോഡ് ചെയ്യാനുണ്ടാവും. പിന്നെ BCBR എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. പിന്നെ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു കോഴ്സ്. അതൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്നതാണ്. നിങ്ങളുടെ കറസ്പോണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡൻസ് ഒക്കെ കിട്ടും. അതൊന്നും ഇപ്പം വറി ചെയ്യേണ്ട ആവശ്യം. പിന്നെ CMEക്ക് പങ്കെടുക്കണം, അതിലൊരു പേപ്പർ പ്രസൻറ്റേഷനോ? അതെ, ഒരു പോസ്റ്റർ പ്രസൻറ്റേഷനും പിന്നെ ഒരു പബ്ലിക്കേഷനും കമ്പൽസറിയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് MD എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ? എക്സാം, അതെ. ഇപ്പോഴത്തെ ഈ വുമൺ സേഫ്റ്റി വലിയൊരു കൺസേൺ ആണ്. അതിനെപ്പറ്റി എന്ത് നല്ലൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത് പെൺകുട്ടികൾക്ക്? അഡ്വൈസ്, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക. ബിക്കോസ് നമ്മുടെ നാട്ടിൽ വേറെ ആരും നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഡ്യൂട്ടിയൊക്കെ എടുക്കുമ്പം ഡ്യൂട്ടി റൂമൊക്കെ നല്ലോണം ലോക്ക് ചെയ്ത് കിടക്കാൻ നോക്കുക. സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ, ആളുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക. ഒരിക്കലും ഒറ്റയ്ക്ക് അകപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലൊന്നും പോകാതിരിക്കുക. വേറെ ആരും വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കൊൽക്കത്തയിലെ കേസ്. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇന്ത്യയിൽ നഷ്ടമാകുന്നത് നമ്മുടെ ഫാമിലിക്കും നമുക്കും മാത്രമാണ്. അതാണ് ദ സാഡ് റിയാലിറ്റി. ഓക്കെ. അപ്പോൾ ഈ ഗവൺമെൻറ് മാനേജ്മെൻറ് എന്നുള്ള വ്യത്യാസം എന്താണ് പീഡിയാട്രിക്സ്? ഇപ്പോൾ പലർക്കും ഗവൺമെൻറ് കിട്ടും, പലർക്കും മാനേജ്മെൻറ്റ് കിട്ടും. മാനേജ്മെൻറ്റിൽ നമുക്ക് ഗവൺമെൻറ്റിലാണെങ്കിൽ 1 വർഷം ബോണ്ട് SRഷിപ്പ് ചെയ്യാനുണ്ട്. മാനേജ്മെൻറ്റിൽ അതില്ല. പിന്നെ ഹ്യൂജ് ഡിഫറൻസസ് ഫീസ് അറിയാം നിങ്ങൾക്ക്. മറ്റേ മാനേജ്മെൻറ്റിൽ അബൌട്ട് 16 lakh ഒക്കെയാണ് നമ്മുടെ മെറിറ്റ് സീറ്റിന് വരിക. മറ്റേ ഗവൺമെൻറ്റിലാണെങ്കിൽ അറൗണ്ട് 85,000 1 lakh അത്രേ വരുള്ളൂ. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ സ്റ്റൈഫൻഡ് സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക, ഏകദേശം സെയിം. ലൈക്ക് 3,000 4,000 വല്ല വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. ആൻഡ് പിന്നെന്താണ്, മാനേജ്മെൻറ്റ് എടുക്കുമ്പം അത്യാവശ്യം കേസുള്ള ഹോസ്പിറ്റൽ നോക്കിയെടുക്കാൻ നോക്കാം. കേരളത്തിൽ പീഡിയാട്രിക്സിന് ഏറ്റവും നല്ലൊരു മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽ ഏതാണ്? ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഉള്ളതിൽ നമ്മൾ പേഴ്സണലി ഞാനിപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴൊക്കെ ഒന്ന് അറിഞ്ഞത്, ഫസ്റ്റ് നമ്മൾ ജൂബിലിയാണ്, പിന്നെ വരുന്ന അമലയാണ്, പിന്നെ തേർഡ് പുഷ്പഗിരി, മലങ്കര അതൊക്കെ പറയുന്നുണ്ട്, MES അതൊക്കെ. ലൈക്ക് ജൂബിലിയും അമലയാണ് ലൈക്ക് മാനേജ്മെൻറ്റിൽ ഞാൻ പറയുന്നത്. ഏറ്റവും നല്ല ഗവൺമെൻറ്റിലെ ഹോസ്പിറ്റൽ ഏതാണ്? ഓഫ് കോഴ്സ് ട്രിവാൻഡ്രംകാരും കോഴിക്കോടുകാരും തമ്മിൽ എപ്പോഴും വലിയ അടിയാവും അത്. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്, ഞാൻ UG ചെയ്ത ട്രിവാൻഡ്രത്താണ്. ഞാൻ SAT ഹോസ്പിറ്റൽ പറയും. ഓഫ് കോഴ്സ് SAT ഹോസ്പിറ്റൽ ഫസ്റ്റ്, പിന്നെ കോഴിക്കോട്, പിന്നെ ബാക്കി കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ. ഇങ്ങനെയാണ് ഓവറാൾ അല്ലേ? അതെ. ഇനി പീഡിയാട്രിക്സ് വരുന്നവരോട് എന്താ പറയാനുള്ളത് സിമ്പിൾ വാക്കിൽ? കുട്ടികളെ ഇഷ്ടപ്പെടുക, കൂടുതൽ കേസ് കാണുക, നല്ലോണം വർക്ക് ചെയ്യാനുള്ളൊരു നല്ലൊരു മൈൻഡോടുകൂടി വരിക, നല്ലോണം പഠിക്കുക. മിഡ് റാങ്കേഴ്സ് ഉണ്ടല്ലോ, പീഡിയാട്രിക്സ് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർ, അവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് പീഡിയാട്രിക്സ് തന്നെ വേണമെന്നാണെങ്കിൽ ലൈക്ക് 1 വട്ടം വരെ എക്സാം എഴുതുക. ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഡ്രീം ബ്രാഞ്ച്. കേരളത്തിലെ ജനറൽ കാറ്റഗറിക്ക് എത്ര റാങ്ക് വേണം നീറ്റിന് കിട്ടാൻ? കഴിഞ്ഞ വട്ടം 8,500 വരെ പോയി. വിത്തിൻ 5,000 ആണെങ്കിൽ ഷുവറാണ്, എന്തായാലും കിട്ടും. ഇത്രയല്ലേ ഉള്ളൂ? അതെ. താങ്ക് യു.